മലയാളികളുടെ പ്രിയപ്പെട്ട ബാലതാരമായി സിനിമയിലേക്ക് കടന്നുവന്ന അനിഖ സുരേന്ദ്രൻ ഇന്ന് നായികനിരയിൽ ശ്രദ്ധേയായിക്കൊണ്ടിരിക്കുകയാണ്. കഥ തുടരുന്നു, ഭാസ്കർ ദി റാസ്കൽ, അഞ്ചു സുന്ദരികൾ, വിശ്വാസം തുടങ്ങിയ സിനിമകളിൽ ബാലതാരമായി എത്തിയ അനിഖ വൻ ജനപ്രീതി അക്കാലത്ത് നേടി. നായികയായി എത്തിയപ്പോൾ മലയാളത്തിലേക്കാളും ടോളിവുഡിലാണ് അനിഖയ്ക്ക് സ്വീകാര്യത ലഭിച്ചത്. ബാലതാരമായി നിരവധി സിനിമകളിൽ കണ്ടതിനാൽ നായികയായി അനിഖയെ ഉൾക്കൊള്ളാൻ മലയാളി പ്രേക്ഷകർ സമയമെടുക്കുന്നുണ്ടെന്നും അഭിപ്രായമുണ്ട്. കോളേജ് വിദ്യാർത്ഥിയായ അനിഖ കരിയറും പഠനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണിപ്പോൾ. തൻ്റെ കടുത്ത ആരാധകനെക്കുറിച്ചും മറ്റ് വിശേഷങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് അനിഖ. ഒരു അഭിമുഖത്തിലാണ് നടി മനസ്സു തുറന്നത്. തൻ്റെ പേര് ടാറ്റു ചെയ്ത് ഒരു ആരാധകൻ വന്നിട്ടുണ്ടെന്ന് അനിഖ പറയുന്നു. വീടൊക്കെ കണ്ടുപിടിച്ച് വന്നു. ഓക്കെ ചേട്ടാ, ഫോട്ടോ എടുക്കാം, നൈസ് മീറ്റിംഗ് യു എന്ന് പറഞ്ഞ് പിരിഞ്ഞു. ഇടയ്ക്ക് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അമ്മയുടെ നമ്പറിലാണ് മെസ്സേജ് അയക്കാറെന്നും അനിഖ വ്യക്തമാക്കി. വിവാഹത്തെക്കുറിച്ച് അമ്മ പറയാറേയില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോ, സേഫായാൽ മതിയെന്നാണ് അമ്മ പറയാറ്. കല്യാണക്കാര്യമോ കുട്ടികളുടെ കാര്യമോ അമ്മ പറയാറില്ലെന്ന് അനിഖ വ്യക്തമാക്കി. കല്യാണ ദിവസം ഒരുങ്ങാൻ തനിക്കിഷ്ടമാണെന്നും അനിഖ പറയുന്നു. കല്യാണം കഴിഞ്ഞുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാറില്ല. എന്നാൽ ആഘോഷത്തോടെ വിവാഹം ചെയ്യണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും അനിഖ തുറന്നു പറഞ്ഞു. വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മുമ്പുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോഴില്ല. ജീവിതത്തിൽ കുറേ പേരുടെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തനിക്ക് അത്തരം ബന്ധങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ലെന്നും നടി വ്യക്തമാക്കി. വീട്ടിലെ ജോലികളൊക്കെ തുല്യമായി ചെയ്യണമെന്നാണ് അമ്മയുടെ സങ്കല്പം. പ്രണയാഭ്യർത്ഥനകളൊന്നും തനിക്ക് വരാറില്ലെന്നും അനിഖ പറയുന്നു. എന്താണങ്ങനെയെന്ന് ആലോചിക്കാറുണ്ട്. എല്ലാവർക്കും തന്നെ പേടിയാണെന്ന് തോന്നുന്നു. താൻ കുറച്ച് സൈലൻ്റാണ്. കണ്ടാൽ ചിരിച്ചെന്ന് വരില്ല. ആളുകൾ താൻ അഹങ്കാരിയാണെന്നും പറയാറുണ്ട്. നെഗറ്റീവ് കമൻറ്റുകൾ കാണാറുണ്ട്. ഇടയ്ക്ക് തൻ്റെ ഇൻ്റർവ്യൂകൾ എടുത്തു നോക്കും. എന്തൊക്കെ പൊട്ടത്തരമാണ് പറഞ്ഞതെന്ന് അറിയണമല്ലോ. പ്രതികരിക്കാറില്ല. എത്ര നോക്കിയാലും ഏതെങ്കിലും രീതിയിൽ അത് നമ്മളെ ബാധിക്കും. പക്ഷേ ഇൻഡസ്ട്രിയിൽ ഇറങ്ങുമ്പോൾ തന്നെ തൊലിക്കട്ടി വേണമെന്ന് മനസ്സിലാക്കണം. ആ രീതിയിൽ നോക്കുമ്പോൾ ഒന്നും ബാധിക്കില്ലെന്നും നടി വ്യക്തമാക്കി. താൻ അഭിനയിച്ച സീനുകൾ സ്ക്രീനിൽ കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്നും അനിഖ വ്യക്തമാക്കി. ചെറുപ്പത്തിലെ ശബ്ദം കേൾക്കുമ്പോൾ അയ്യേ എന്ന് തോന്നാറുണ്ടെന്നും നടി തുറന്നു പറഞ്ഞു. തനിക്ക് നേരെ വന്ന വിമർശനങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ അനിഖ സംസാരിച്ചിട്ടുണ്ട്. നയൻതാരയെ അനുകരിക്കുന്നു എന്ന് പറയാറുണ്ട്. ഏത് രീതിയിലാണ് അനുകരിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. കാഴ്ചയിൽ അല്പം സാമ്യമുണ്ട് എന്ന് ചിലർ പറയാറുണ്ട്. ബേസ് വോയിസിൽ സംസാരിക്കുന്നതിനാലാണ് അത് പറയുന്നതെങ്കിൽ എൻ്റെ ശബ്ദം ഇങ്ങനെയാണ്. ഈ ശബ്ദത്തിലല്ലേ തനിക്ക് സംസാരിക്കാൻ പറ്റൂവെന്നും അനിഖ ചോദിച്ചു. ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു എന്നും അനിഖയ്ക്ക് കുറ്റപ്പെടുത്തൽ വരാറുണ്ട്. 6ാം ക്ലാസ് വരെ പഠിച്ചത് എറണാകുളത്ത് ചോയ്സ് സ്കൂളിലാണ്. അവിടെ ഇംഗ്ലീഷ് മാത്രമാണ് സംസാരിച്ചിരുന്നത്. മറ്റു ഭാഷകളിൽ അഭിനയിക്കാൻ പോകുമ്പോഴും ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അതുകൊണ്ടാണ് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഇംഗ്ലീഷും കലരുന്നതെന്ന് നടി വ്യക്തമായി പറഞ്ഞു.